ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ നല്ലൊരു വിഭാഗം ആളുകളും. കുറഞ്ഞത് 2 വർഷമായി ഇത്തരം കാർഡുകളിൽ വൈഫൈയുടേതിന് സമാനമായൊരു ചിഹ്നം നാം കാണുന്നുണ്ട് അല്ലേ? എന്നാൽ ഇതിന് വൈഫൈയുമായി ബന്ധമൊന്നുമില്ല. NFC അഥവാ നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ച് കോൺടാക്ട്ലെസ് ആയി പേയ്മെന്റ് നടത്താനുള്ളൊരു സംവിധാനമാണ്. ഇവയുടെ ഉപയോഗം എങ്ങനെയെന്ന് പലർക്കും കൃത്യമായി അറിയില്ല. മാത്രമല്ല ഇവയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റിസ്കുകൾ ഉണ്ടോ എന്നുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. കോൺടാക്ട്ലെസ് പേയ്മെന്റുമായി ബന്ധപ്പെട്ട പ്രാഥമിക കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. RFID അഥവാ റേഡിയോ ഫ്രീക്വൻസി ടെക്നോളജിയുടെ സഹായത്തോടെയാണ് ഇത്തരം കാർഡുകളിലൂടെ നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നത്. NFC എനേബിൾഡ് ആയ POS മെഷീന്റെ തൊട്ടടുത്ത്, കൃത്യമായി പറഞ്ഞാൽ 4 സെന്റിമീറ്ററിൽ കൂടുതലല്ലാത്ത ദൂരത്ത് നിന്നും നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താൻ ഈ സാങ്കേതികവിദ്യ സഹായിക്കും. കാർഡും POS മെഷീനും അടുക്കുമ്പോൾ RFID ചിപ്പ് വഴി ഡാറ്റ ഡിജിറ്റലായി ട്രാൻസ്ഫർ ചെയ്യുകയും ട്രാൻസാക്ഷൻ നടക്കുകയും ചെയ്യും. ഗൂഗിൾ പേയിൽ ഉൾപ്പെടെ നിങ്ങളുടെ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഇൻസ്റ്റാൾ ചെയ്ത് ഈ കോൺടാക്ട്ലെസ് പേയ്മെന്റ് നടത്താനുള്ള സൗകര്യം ഇപ്പോഴുണ്ട്. 2021 മുതലാണ് ഇത് ഗൂഗിൾ പേയിൽ എത്തിയത്. നിങ്ങൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണിന്റെ മോഡലിൽ NFC സൗകര്യം ഉണ്ടെന്നും നിങ്ങൾ ഉറപ്പാക്കണം. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഡെബിറ്റ് കാർഡിനോ ക്രെഡിറ്റ് കാർഡിനോ പകരമായി സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാം എന്നർത്ഥം. നിങ്ങളുടെ ഫോണിലെ NFC സേവനം ഓൺ ആണെന്ന് ഉറപ്പാക്കുക. ഇത് സ്റ്റാറ്റസ് ബാറിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇടപാട് പൂർത്തിയായ ശേഷം ഇത് ഓഫ് ആക്കാനും മറക്കരുത്. തട്ടിപ്പുകൾ തടയുന്നതിനായി ട്രാൻസാക്ഷൻ ലിമിറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഈ സേവനത്തിലൂടെ ലഭ്യമാണ്. സ്മാർട്ട് ഫോണിൽ മാത്രമല്ല, സ്മാർട്ട് വാച്ച്, ഫിറ്റ്നസ് ട്രാക്കർ, ടാബ്ലറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളിലും NFC വഴി നിങ്ങളുടെ കാർഡ് കണക്ട് ചെയ്തിടാൻ സാധിക്കുമെന്നും ഓർക്കുക. കാർഡ് പേയ്മെന്റുകളിൽ നടക്കുന്ന തട്ടിപ്പുകൾ ഒഴിവാക്കാൻ NFC സഹായിക്കും എന്നതാണ് ഇതിന്റെ പ്രധാന ഗുണം. മാത്രമല്ല ഈ സാങ്കേതികവിദ്യയിലൂടെ കൈമാറുന്ന വിവരങ്ങൾ പൂർണ്ണമായും എൻക്രിപ്റ്റഡ് ആണ്. അതിനാൽ തന്നെ സൈബർ ആക്രമണങ്ങൾക്ക് അത്ര പെട്ടെന്ന് ഇരയാകേണ്ടി വരില്ല എന്നർത്ഥം. പിൻ ആവശ്യമില്ലാതെ തന്നെ പേയ്മെന്റ് നടത്താം. എന്നാൽ കാർഡിനടുത്ത് POS വെച്ച് പണം തട്ടിയെടുക്കാൻ ഒരു സാധ്യതയില്ല എന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നാം. ഇത്തരത്തിൽ പിന്നില്ലാതെ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്ന തുകയ്ക്ക് കൃത്യമായി ലിമിറ്റ് വെക്കാൻ സാധിക്കും. അല്ല, പൂർണ്ണമായും പിൻ ഉപയോഗിച്ചുള്ള ട്രാൻസാക്ഷൻ മതിയെങ്കിൽ അതിനും സാധിക്കും എന്നോർക്കുക. മാത്രമല്ല POS മെഷീനിൽ നിങ്ങളുടെ പേയ്മെന്റ് തുക കണ്ട് ബോധ്യപ്പെട്ട ശേഷം പേ ഓപ്ഷൻ ടാപ്പ് ചെയ്ത് ട്രാൻസാക്ഷൻ പൂർത്തിയാക്കുക. ഏകദേശം 2000 രൂപ വരെയാണ് ഇത്തരത്തിൽ പിന്നില്ലാതെ ട്രാൻസാക്ഷൻ നടക്കുന്നത്. ചെറുകിട സ്റ്റോറുകളിൽ നാം നടത്തുന്ന പർച്ചേസിന് വേഗം പണം അടയ്ക്കണമെങ്കിൽ NFC ഉപകാരപ്പെടും. കാർഡോ ഫോണോ മോഷണം പോയാൽ പിൻലെസ് പേയ്മെന്റുകൾ വഴി പണം നഷ്ടമാകാൻ സാധ്യതയുള്ളതാണ് റിസ്ക് ഘടകങ്ങളിലൊന്ന്. എന്നാൽ ട്രാൻസാക്ഷൻ ലിമിറ്റ് എന്ന സേവനം ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചാൽ ഇതും പരിഹരിക്കാം. വേഗതയേറിയതും സുരക്ഷിതവുമായതിനാൽ എയർപോർട്ടുകൾ ഉൾപ്പെടെ തിരക്കേറിയ സ്ഥലങ്ങളിൽ കോൺടാക്ട്ലെസ് പേയ്മെന്റ് ഇപ്പോൾ വ്യാപകമാണ്. ഡിജിറ്റൽ പേയ്മെന്റ് വ്യാപകമായതിന് പിന്നാലെ UK, കാനഡ, US, ഫ്രാൻസ് തുടങ്ങി ഒട്ടുമിക്ക വികസിത രാജ്യങ്ങളിലും NFC സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള പേയ്മെന്റ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ട്രാൻസാക്ഷൻ പരാജയപ്പെടുന്ന അവസ്ഥ ഇതിൽ താരതമ്യേന കുറവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാർഡ്ലെസ് പേയ്മെന്റിന്റെ ഏകദേശം ഒരു രൂപം പിടിയിട്ട് കാണും അല്ലേ? തീർന്നില്ല. ഫോണിൽ ഈ സേവനം എങ്ങനെ സെറ്റ് ചെയ്യാം, കാർഡ് ഉപയോഗിക്കേണ്ടത് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വിശദമായി പങ്കുവെക്കാം. വീണ്ടും കാണുന്നവരെ ബൈ.